സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുമ്പോൾ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള മുന്നൊരുക്കവുമായി എൻ.ഡി.എ. ഇന്നത്തെ എൻ.ഡി.എ യോഗത്തോടെ ജെ.ഡി.യു, ടി.ഡി.പി കക്ഷികളെയും ഒപ്പം നിർത്താമെന്ന പ്രതീക്ഷയാണ് ബി.ജെ.പിക്കുള്ളത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് എൻ.ഡി.എ യോഗം നടക്കുന്നത്. ഇതിനിടെ സർക്കാർ രൂപീകരണത്തിൽ അവസാന തീരുമാനമെടുക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കളും വൈകിട്ട് യോഗം ചേരും. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രുചീഷ് രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നു. രുചീഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തകൃതിയായ ചൂടുപിടിച്ച ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. കേവല ഭൂരിപക്ഷത്തോടെ ഒറ്റകക്ഷിയായി നിൽക്കാനായിട്ട് ബി.ജെ.പിക്ക് സാധിച്ചില്ല. ടി.ഡി.പിയുടെയും അതേപോലെ ജെ.ഡി.യുവിൻ്റെയും ഒക്കെ തീരുമാനങ്ങൾ വളരെയധികം നിർണായകമാക്കുന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ സർക്കാർ രൂപീകരണത്തിൽ അവസാന തീരുമാനം എടുക്കാനായി ഇന്ത്യ സഖ്യ നേതാക്കളും വൈകിട്ട് യോഗം ചേരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്നത് രുചീഷ്? അതിനെന്തായാലും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരേണ്ട എൻ.ഡി.എ യോഗം ഇപ്പോൾ തുടങ്ങി എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം പ്രധാന നേതാക്കളെല്ലാം ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. യോഗം തുടങ്ങി എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നത്തെ യോഗം വളരെ നിർണായകവുമാണ്. 8-ാം തീയതി സത്യപ്രതിജ്ഞ പ്രഖ്യാപിച്ച് തന്നെയാണ് ബി.ജെ.പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതിയെ നേരിട്ട് കണ്ട് പ്രധാനമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെയും രാജി രാഷ്ട്രപതിയെ അറിയിച്ചു. അതിനുശേഷം ഈ ലോക്സഭ പിരിച്ചുവിട്ടതായിട്ടുള്ള കത്തും നൽകി കഴിഞ്ഞു. കാവൽ പ്രധാനമന്ത്രിയായി ഈ അടുത്ത സർക്കാർ രൂപീകരിക്കുന്നതുവരെ തുടരാനാണ് രാഷ്ട്രപതിയുടെ നിർദ്ദേശം. അങ്ങനെ മറ്റ് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം അടുത്ത 3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നടത്താനാണ് ബി.ജെ.പിയും തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ 8-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ നടത്തണമെന്ന നീക്കത്തിലേക്കാണ് ബി.ജെ.പി പോകുന്നത്. ഈ 4 ദിവസം ഇനിയുള്ള 4 ദിവസം രാഷ്ട്രപതി ഭവനിൽ സന്ദർശകർക്ക് വിലക്കുണ്ട്. അത് 8-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ്. ഇനി ഈ ചർച്ച മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ നമ്പറുകൾ 272 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ബി.ജെ.പിക്ക് ഇത്തവണ എത്താനായില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 240ലേക്ക് ബി.ജെ.പി ചുരുങ്ങിയപ്പോൾ 234ലേക്ക് ഇന്ത്യ സഖ്യം തൊട്ടടുത്തെത്തി എന്നതിലാണ് ഏത് സർക്കാർ വരുമെന്ന ഒരു അനിശ്ചിതത്വം തുടക്കത്തിൽ ഉണ്ടാക്കിയത്. എന്നാൽ നിലവിൽ ജെ.ഡി.യുവിനെയും ടി.ഡി.പിയെയും ഒപ്പം കൂട്ടാൻ എൻ.ഡി.എക്ക് സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം യോഗത്തിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ രൂപീകരിക്കാൻ എൻ.ഡി.എക്ക് മുന്നിൽ ഏതെങ്കിലും തരത്തിലൊരു പ്രതിസന്ധി ഒന്നുമില്ല. പക്ഷേ സർക്കാർ രൂപീകരിക്കുമ്പോൾ ഈ ടി.ഡി.പിയും ജെ.ഡി.യുവും പറയുന്ന കാര്യങ്ങൾ, ഏതൊക്കെ വകുപ്പുകൾ വേണം, എന്തൊക്കെ സ്ഥാനങ്ങൾ വേണം എന്ന തരത്തിൽ അവർ വാങ്ങിച്ചെടുക്കുന്ന കാര്യത്തിൽ ഒരു വിലപേശൽ അതിന് ബി.ജെ.പി വഴങ്ങേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് ഈ സാഹചര്യത്തിലുള്ള ഒരു പ്രതിസന്ധി. സ്പീക്കർ സ്ഥാനം, ലോക്സഭാ സ്പീക്കർ സ്ഥാനം ഇരു പാർട്ടികളും ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിൽ സർക്കാർ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ലോക്സഭാ സ്പീക്കറുടെ സ്ഥാനത്തിന് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ലോക്സഭ സ്പീക്കർ സ്ഥാനം ഈ 2 കക്ഷികളും ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം പ്രധാനപ്പെട്ട സഭയിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ 2 പാർട്ടികളും ആവശ്യപ്പെടുന്നുണ്ട്. ഇതിനോട് ബി.ജെ.പി എങ്ങനെ പ്രതികരിക്കുമെന്നത് ഈ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വളരെ നിർണായകവുമാണ്. എന്തായാലും 2 കക്ഷികളും ഈ യോഗത്തിൽ എത്തിയെന്ന് മാത്രമല്ല, ടി.ഡി.പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡു ആകട്ടെ വരുന്നതിന് മുൻപ് ഈ ബി.ജെ.പി സഖ്യത്തെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്തു. ബി.ജെ.പി സഖ്യത്തിന് നൽകിയ വിജയത്തിന് ജനങ്ങളോട് നന്ദി അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സഖ്യം വിടാനുള്ള ഒരു സാഹചര്യമൊന്നും നിലവിൽ കാണുന്നില്ല. പക്ഷെ അതേസമയം ഇന്ത്യ മുന്നണിക്ക് ഇന്ന് 6 മണിക്ക് ഈ തുടർന്നുള്ള നീക്കങ്ങളിൽ ഏത് തരത്തിൽ തീരുമാനമെടുക്കാൻ ഇന്ത്യ മുന്നണി യോഗം ചേരുന്നുമുണ്ട്. അത് ഒരു കുതിരക്കച്ചവടം പോലെ മറ്റ് കക്ഷികളെ അടർത്തിക്കൊണ്ടുവന്ന ഒരു സർക്കാർ രൂപീകരിക്കാൻ എന്തായാലും ഇന്ത്യ മുന്നണി തയ്യാറാകില്ല. അങ്ങനെ ജെ.ഡി.യുവിനോ ടി.ഡി.പിയോ മാത്രം കൊണ്ടുവന്നാൽ ഒരു സർക്കാർ രൂപീകരിക്കാനും സാധിക്കില്ല. അങ്ങനെ വീണ്ടും ഇങ്ങനെ ഒരു കക്ഷി ഏത് സമയത്തും ഭരണം വീഴാനുള്ള സാഹചര്യത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ എന്തായാലും നിലവിലുള്ള സാഹചര്യമില്ല. അങ്ങനെ എൻ.ഡി.എ തന്നെ 3-ാം വട്ടവും അധികാരത്തിലെത്തുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിലപേശൽ ശേഷി ഈ 2 കക്ഷികൾക്ക്, ടി.ഡി.പിക്കും ജെ.ഡി.യുവിനും വളരെ കൂടുതലാണ്. അത് ഈ യോഗത്തിൽ ഏതൊക്കെ തരത്തിൽ പ്രതിഫലിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. 8-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് 3-ാം മോദി സർക്കാർ അധികാരത്തിലേറും എന്ന് തന്നെയാണ് കരുതുന്നത്. പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പല കാലങ്ങളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ 2 നേതാക്കളാണ് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും. നേരത്തെ ഗുജറാത്ത് കലാപത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നരേന്ദ്രമോദിയെ നേരിട്ട് തന്നെ എതിർത്ത ഒരു നേതാവാണ് ചന്ദ്രബാബു നായിഡു. നിതീഷ് കുമാർ ആകട്ടെ ഒരു സമയത്ത് പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിൽ, നരേന്ദ്രമോദിക്ക് തുല്യനായ നേതാവ് എന്ന തരത്തിൽ ഉയർത്തിക്കാണിച്ച ഒരു നേതാവാണ്. അങ്ങനെ നരേന്ദ്രമോദിയെ നേരിട്ട് എതിർത്ത 2
രണ്ട് നേതാക്കളുടെ രാഷ്ട്രീയ പാർട്ടി ഈ BJP അധികാരത്തിൽ മൂന്നാം തവണ വരുമ്പോൾ വളരെ നിർണായക ശക്തിയായി അവിടെ നിൽക്കുന്നു, അവരുടെ സഖ്യമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഈ മറ്റൊരു സർക്കാർ വീഴുമോ എന്നൊരു പ്രതിസന്ധിയിലേക്ക് ആദ്യഘട്ടത്തിൽ കൊണ്ടെത്തിച്ചത്. എന്തായാലും വിലപേശൽ ഏത് തരത്തിൽ എന്നത് തന്നെയാണ് ഈ യോഗത്തിൽ നിർണായകമാകുക. യോഗം എന്തായാലും തുടങ്ങിക്കഴിഞ്ഞു. അതെ രുചീഷ് സൂചിപ്പിച്ചതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രസക്തമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇലക്ഷൻ പ്രചാരണ സമയത്തും നരേന്ദ്രമോദി ഫാക്ടർ, അതായത് മോദി ഫാക്ടർ അല്ലെങ്കിൽ മോദി ഗ്യാരണ്ടി, അതായിരുന്നു NDAയുടെ ഏറ്റവും വലിയ പ്രചാരണ ആയുധം. പക്ഷേ അതൊന്നും തന്നെ വിലപ്പോയില്ല എന്ന് വേണം ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊക്കെ ജനവിധി നമുക്ക് മനസ്സിലാക്കി തന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ചന്ദ്രബാബു നായിഡു അതേപോലെ തന്നെ തേജസ്വി യാദവ് ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അത് NDAയ്ക്കും അതേപോലെ മോദിക്കും അനുസരിക്കേണ്ടി വരുമോ? അവരുടെ ആവശ്യങ്ങൾ പ്രത്യേകിച്ച് ലോക്സഭാ സ്പീക്കർ സ്ഥാനം ഉൾപ്പെടെയുള്ളത് വഴങ്ങേണ്ടി വരുമോ BJPക്ക്? എന്തൊക്കെയായിരിക്കാം ചർച്ചയുടെ പ്രധാന അജണ്ടകൾ, ചർച്ചയിൽ ഉന്നയിക്കാവുന്ന വിഷയങ്ങൾ രുചീഷ്? തീർച്ചയായും അങ്ങനെ വഴങ്ങേണ്ടി വരിക എന്നുള്ളതിനപ്പുറം അവരുടെ സമ്മർദ്ദ ശക്തിയായി അവർ തുടരും എന്ന് തന്നെയാണ്. ഈ കക്ഷി NDAയിൽ തുടരുമ്പോൾ തന്നെ അവർ സമ്മർദ്ദ ശക്തിയായി തുടരും എന്ന് തന്നെയാണ്. രണ്ട് കക്ഷികളുടെയും പ്രധാനപ്പെട്ട കാര്യം ഈ ജാതി സമവാക്യങ്ങളൊക്കെ വളരെ നിർണായകമായ സംസ്ഥാനങ്ങളാണ് രണ്ടും. ആന്ധ്രാപ്രദേശിലാകട്ടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പല മേഖലകളും TDPയുടെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ സഖ്യകക്ഷിയായി പോകുമ്പോഴും നമുക്കറിയാം ഒരു മതേതര മുഖമായി ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ ഒരു കാലം നിൽക്കുന്ന ഒരു നേതാവാണ് ചന്ദ്രബാബു നായിഡു. ആന്ധ്രാപ്രദേശിലും ആ തരത്തിൽ തന്നെയാണ്. ന്യൂനപക്ഷങ്ങളോടൊക്കെ വലിയ തരത്തിൽ സ്വാധീനമുള്ള നേതാവാണ്. അതുകൊണ്ട് BJP സഖ്യകക്ഷിയായി പോകുമ്പോഴും അത്തരത്തിൽ ഇനിയുള്ള പല നിയമങ്ങൾ വരുമ്പോഴും അത് ന്യൂനപക്ഷങ്ങളെയും മറ്റും നേരിടുന്ന തരത്തിലുള്ള നിയമങ്ങൾ പലപ്പോഴും BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെ എതിർക്കാൻ ഒരു സ്വരമില്ലാത്ത സാഹചര്യമായിരുന്നു ഭരണ പക്ഷത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ രണ്ട് കക്ഷികൾ അവിടെ വരുമ്പോഴുള്ള ഒരു പ്രത്യേകത, പ്രതിപക്ഷത്തിന് കൂടുതൽ ശക്തിയുള്ള, കൂടുതൽ അംഗങ്ങളുള്ള ഒരു പ്രതിപക്ഷം, അതോടൊപ്പം ഭരണകക്ഷിയിലും ഇത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് എതിർത്ത നേതാക്കളുള്ള സാഹചര്യം, ഇത് വരും കാലങ്ങളിൽ പാർലമെന്റിൽ വലിയ നല്ല സാഹചര്യം ഉണ്ടാക്കുമെന്നാണ് പ്രതിപക്ഷ നേതാക്കളിൽ നിന്ന് പറയുന്നത്. ഇന്ന് രാവിലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം പ്രതികരിച്ചത് കരിനിയമങ്ങൾ ഉണ്ടാകാത്ത ഒരു പാർലമെന്റ് ആയിരിക്കും ഇനി വരാനിരിക്കുന്നതെന്നാണ്. എന്തായാലും മോദി ഫാക്ടർ ഉന്നയിച്ചുകൊണ്ട്, മോദി ഗ്യാരണ്ടി ഉന്നയിച്ചുകൊണ്ട് വലിയ തരത്തിൽ പ്രചാരണം നടത്തിയ BJPക്ക് എന്തായാലും വലിയ തിരിച്ചടി തന്നെയാണ് ഈ 240 സീറ്റുകളിൽ ജയിക്കുമ്പോഴും ഉണ്ടായിരിക്കുന്നത്. ഈ NDA കക്ഷി 292ലേക്ക് NDA എത്തുമ്പോൾ പോലും ജയിച്ചു എന്ന് പറയുമ്പോൾ പോലും ആഘോഷങ്ങൾ NDAയുടെ ഭാഗത്ത് നിന്ന് കാര്യമായി കാണുന്നില്ല. അതേസമയം തോറ്റെങ്കിൽ കൂടി പ്രതിപക്ഷ കക്ഷിക്ക് ഇന്ത്യ സഖ്യത്തിന് വലിയ തരത്തിൽ ആത്മവിശ്വാസവും പ്രചോദനവും നൽകുന്നതാണ് പല വിജയങ്ങളും. പ്രത്യേകിച്ച് അയോധ്യ ഉൾപ്പെടെയുള്ള, ഫൈസാബാദിൽ ഉൾപ്പെടെയുള്ള ഉത്തർപ്രദേശിൽ ജയിക്കുന്നത്, ഉത്തർപ്രദേശിൽ BJPയെ പിന്നിലാക്കി SP അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്ക് വലിയ തരത്തിൽ സീറ്റുകൾ കിട്ടുന്നത്, ബീഹാറിലെ JDUവിന് ഉൾപ്പെടെ BJPയേക്കാൾ സ്വാധീനം ഉണ്ടാകുന്നത്, ഇതൊക്കെ BJPയെ സംബന്ധിച്ച് വലിയ തരത്തിൽ തിരിച്ചടിയാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി 6,70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച വാരണസിയിൽ, അതും ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് ശരി രുചീഷ്, വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് രുചീഷ് രവീന്ദ്രനായിരുന്നു നമുക്കിപ്പം ഉണ്ടായിരുന്നത്.